അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ഐ ക്യാൻ എക്സ്പ്ലെയിൻ. നീ ഒന്നും പറയണ്ട, നീ ഇപ്പൊ ഇവിടെ നടക്കണം. സ്വന്തം അനിയത്തിനോട് അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോവാന്നൊക്കെ പറയാൻ പറ്റുമോ? ഇത് എന്തുട്ടിത്? അതെ ഞാൻ പറയും, നീ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്ത്? നീ എന്തൊക്കെയാ കഴിക്കണേ? ചിക്കിങ്, KFC. നീ 2 ദിവസം കഴിക്കണ ഭക്ഷണത്തിന്റെ ബില്ലുണ്ടല്ലോ, 2 മാസത്തെ കറണ്ട് ബില്ലാ. ഇങ്ങനെ സ്വന്തം അനിയത്തിനോട് ഭക്ഷണത്തിന്റെ ഒക്കെ കണക്ക് പറയാവോ? ദാറ്റ് ഈസ് ടു ബാഡ്. ഞാൻ പറയും, നീ അതന്നെ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ എന്ത് കാണിച്ചു വിടുന്ന? വല്ലപ്പോഴും വല്ല ആഴ്ചയിൽ 2-3 പ്രാവശ്യം KFC ഓർഡർ ചെയ്യണതാണ് ഇത്ര വലിയ കാര്യം. എന്നെ കെട്ടിയോ പറഞ്ഞു തുടങ്ങി. നീ നിന്റെ തീറ്റുകാരുണ്ടല്ലോ, ഞങ്ങളുടെ വീട് കുടുംബം മുടിയും. ഉത്തോണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് അല്ലേ? നിങ്ങളായി നിങ്ങളുടെ പാടായിട്ടും ഡ്രാഗ് എന്തായാലും. അല്ല നീ എന്താ വല്ല ഒളിച്ചോടിയോ? നീ വല്ല വേറെ ആളെ വല്ല കെട്ടിയോ? വല്ല ഫാമിലി അല്ല അത്ര, നീ കുടുംബത്തിലുള്ളത് തന്നെയല്ലേ? അതെ. എന്തായാലും ആവട്ടെ, നാളെ തന്നെ നീ പോണം. ഞാൻ പോവില്ല. അതെന്താ എനിക്ക് പോയാല്? എനിക്ക് ഈ കേരളവും കേരളത്തിന്റെ പച്ചപ്പും ഗ്രാമീണതയും എനിക്ക് അതേ പറ്റത്തുള്ളൂ. ഈ ബാംഗ്ലൂരിലെ ക്ലബ്ബും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. ശരിക്കും അറിയാലോ ഞാൻ അങ്ങനെ വളർന്നൊരു കുട്ടിയാണെന്ന്. നീ ഒന്നും പറയണ്ട, നാളെ തന്നെ പോണെന്ന് പറഞ്ഞാ പോണം. അന്ന് എനിക്ക് പുതിയ ഡ്രസ്സ് എടുത്തു തന്നെ, അല്ലാണ്ട് ഞാൻ പോകത്തൊന്നുമില്ല. മതിയായില്ലേ മോളെ? ഇപ്പൊ തന്നെ ഒരു ചെലവായി, ഇനി ഡ്രസ്സും കൂടി എടുക്കണം അല്ലേ? കാര്യമായിട്ടൊന്നുമല്ല, ഒരു 5-6 ജീൻസും ഒരു 4-5 ടോപ്പൊക്കെ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ജീൻസ് വേണേ ചുരിദാറോ പുറത്തെ വല്ല എടുത്തേരാ. സെറ്റ് മുണ്ടായാലോ? അത് നല്ലതാ. ശരി, ഓക്കെ. എന്നാ ബാംഗ്ലൂരേക്ക് ഞാൻ ഡെയിലി സെറ്റ് മുണ്ട് എടുത്ത് കോളേജിൽ പോവാം. അപ്പൊ നാളെ പോവുമല്ലോ അല്ലേ? ഉടുപ്പ് അടിച്ചെന്നാ ഞാൻ പോവാം. എന്നാ വാ, നമുക്ക് ലിസ്റ്റ് ഇടാം. നമുക്ക് ഏതാ ഡ്രസ് വേണമെങ്കിൽ വാങ്ങിച്ചേരാ. മോളെ, ഒരു ചെറിയൊരു കാര്യം, നമ്മളെ രസത്തിൽ ഇത്തിരി രസം കുറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ ദൈവമേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ. ഞാൻ ആകെ പൊളിഞ്ഞിരിക്കാണ്. എനിക്ക് വല്ല പാനിക് അറ്റാക്കും വന്ന ഉത്തരം പറയേണ്ടി വരും ട്ടാ. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി ഞാൻ എന്താ പറയണ്ടേ? മോളെ അമ്മ മാമനെ ഇങ്ങോട്ട് പറഞ്ഞ ചില മോളെ കാര്യം നോക്കേ. അതെ, എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാനല്ല ഇങ്ങോട്ട് പറഞ്ഞിട്ട്, അല്ലാണ്ട് എന്റെ തലയിൽ കയറി ഇരുന്ന് നൃത്തം വെക്കാനല്ലല്ലോ. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊന്നും പറയല്ല മോളെ. മോളിപ്പോ എന്താ ചെയ്യുന്നത്? അല്ല, എന്നാലും അവന്മാർ എവിടെ പോയിന്നാ ഞാൻ ആലോചിക്കണേ. ഇങ്ങനെയൊക്കെ പറയേണ്ട ഇറങ്ങി പോവാൻ പാടുണ്ടോ? ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് പണ്ടേ ഓർമ്മ, അവന്മാർ ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോയി കാണും. അങ്ങനെ പെൺകുട്ടികളെ പിന്നാലെ പോണ ആളൊന്നും അല്ല സുബു. അതൊക്കെ എനിക്കറിയാം. അങ്ങനെ ഇതാക്കൊന്നും വേണ്ട. അവന്മാർ എവിടെ പോയിന്നാ പറഞ്ഞത്? കൊച്ചിയിലെങ്ങാനും ആയിരിക്കും, വല്ല സിനിമ ഡിസ്കഷനും പോയതായിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് അവന് നല്ല ഡൗട്ട് ഉണ്ട്. അവൻ എന്നെ തേക്കും, എന്നെ അഭിനയിപ്പിക്കൂല, എന്നെ നായികയാക്കാണ്ടിരിക്കാനാണ് ആ കൂടെയുള്ളവന്റെ തീരുമാനം. എനിക്കറിയാത്. എവിടെ പോയിന്നാ പറഞ്ഞത്? കൊച്ചിയിലായിരിക്കും, അല്ലാണ്ട് എവിടെ പോവാനാ? കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. എന്ത്? എങ്ങനെയാ പറയാ മോളെ, എന്റെ വകയിലൊരു അച്ഛൻ മൂപ്പരൊരു ബിസിനസ്സിനായിട്ട് കൊച്ചി പോയതാ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മൂപ്പരെ പറ്റി ഒരു വിവരമില്ല. മൂപ്പരൊക്കെ അച്ചി വേണ്ട. മറ്റവനെവിടെയാന്നാ പറഞ്ഞ സ്ഥലം? കൊല്ലം. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട. അപ്പോ കൊച്ചി ഉള്ളതിന് അച്ചി വേണ്ട, കൊല്ലം കണ്ടതിന് ഇല്ലം വേണ്ട. ഫില്ലിങ് ദ ബ്ലാങ്ക്സ്. അതെ, അച്ചി വേണ്ടെങ്കിലൊന്നും എനിക്ക് കുഴപ്പമില്ല. എന്നെ നായികയാക്കാണ്ടിരുന്നാലുണ്ടല്ലോ, അവനുണ്ടല്ലോ ചേന ചെത്തുന്ന പോലെ ചെത്തിയിട്ട് ഞാൻ ഉപ്പുമാങ്ങ ഭരണിയിൽ ഉപ്പിലിട്ട് വെക്കും. എന്നാ ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു ഭരണി റെഡിയാക്കി വെക്കാം ഉപ്പിലിട്ട് വെക്കാൻ. അപ്പൊ മോളൊരു കാര്യം ചെയ്യ്, റെഡിയാക്കി വെച്ചോ, ഞാൻ പോയി ഭരണി റെഡിയാക്കി വെക്കാം. ഒരു 2 ഭരണി ആയിക്കോട്ടെ, 2 വേറെ വേറെ ഇട്ട് വെക്കാമല്ലോ. പോരെ? എണീറ്റേ പോയെ, നീ വഴിക്ക് കണ്ടു പോരുത്. കാര്യം പറ, ഇതാണ്. നീയൊക്കെ തലക്ക് നല്ല വെളിവില്ലാന്ന് തോന്നുന്നു. പറ, തുടങ്ങിക്കോ. ഒരു ക്രോപ്പ് ടോപ്പ് 3 എണ്ണം. എന്ത് ഇത്ര വരെയാ? കുറച്ചും കൂടെ കേറട്ടേച്ചേ. ഇത്ര കേറട്ട്, കുറച്ചും കൂടെ. ഇത്ര കേറാൻ ഇതിപ്പോ കുർത്തിയായില്ലേ? മുട്ടിനിറക്കുള്ള ക്രോപ്പ് ടോപ്പ്. എന്റെ കുർത്തി. പിന്നെന്തായിരുന്നു? റിബ്ഡ് ജീൻസ് 1 എണ്ണം. റെഡ് ജീൻസാ? നീ എന്താ വല്ല കാവല് കൊള്ളാമോണ്ടാ? റെഡ് അല്ല, റിബ്ഡ്. അതെന്താ സംഭവം? ഈ മറ്റേ ഇതില്ലേ ചൂട് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കുറച്ച് നൂലൊക്കെ ഇങ്ങനെ ഊരി കിടക്കണത്, അത് ട്രെൻഡ്. എന്നിട്ട് വേണം നാട്ടുകാർ നമുക്കൊരു പരാഗതി ഇല്ലാന്ന് പറയാം.
പോയെന്ന്. അങ്ങനെ കീറിയ ജീൻസ് ഇടണ്ട, മര്യാദക്കുള്ള ഡ്രസ്സ് ഇട്ടാ മതി. പറ, അടുത്ത് പറ. പിന്നെ 2 മിനി സ്കേർട്ട്. അത് വേണ്ട, അത് വേണ്ട. അതൊരു കാര്യം ചെയ്യും, ചേച്ചി ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കും. മിനി സ്കേർട്ടിന്റെ കാര്യം പറയണ്ട. വല്ല കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മോളെ. ഓ ചേച്ചി ഞങ്ങൾ എന്താന്ന് വെച്ചാൽ എഴുതിക്കോ, എന്നിട്ട് ഞാൻ മേടിച്ചോളാം. പോരെ? 2 സെറ്റ് പട്ടുപാവാട. പട്ടു അവിടെ. പിന്നെ ഒരു സെറ്റ് സാരി. പിന്നെ വേണമെങ്കിൽ നല്ല 2-3 ചുരിദാർ ഇടാം. ഇത്ര കൈയുള്ള ഫുള്ളറക്കുള്ള ചുരിദാർ എടുക്കാം. നല്ലല്ലേ? വേറെന്ത് വേണമെങ്കിൽ നീ പറഞ്ഞോട്ടോ. ഈ കൊടുക്കണമെങ്കിൽ ഞാനില്ല, എനിക്ക് മിനി സ്കേർട്ട് വേണം. മിനി സ്കേർട്ടിനെ കാര്യം ഇവിടെ മിണ്ടരുത്. എന്നാ മിനി സ്കേർട്ട് എങ്കിലും എഴുതി വെക്ക്. അതെ, ദൈവം എനിക്ക് കിഡ്നി തന്നേക്കുന്നുണ്ടല്ലോ, പണയം വെക്കാനും വിൽക്കാനും ഒന്നും അല്ല. ഇത് എന്തുവാണിത്? നല്ല ഇവിടെ പറഞ്ഞു വിടണം നാളെ. ചേച്ചി നിങ്ങളുടെ സ്വർണം വിറ്റിട്ടാണെങ്കിൽ നാളെ ഇവിടെ പറഞ്ഞു വിടണം. ഇനി നമ്മൾ ഇപ്പൊ തന്നെ കുറെ സ്വർണം വിറ്റ്. ഇവളുള്ള പോലെ ആയിരിക്കില്ലല്ലോ, ഇവിടെ ചെലവ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. ഹലോ, ഓ ആ ആ ആ ഓ ഓ ഓ വരാം വരാം വരാം, ഇപ്പൊ വരാം. സെറ്റ് ഉണ്ടെങ്കിൽ സെറ്റ് ഉണ്ട് എഴുത്. പറ. 2 സെറ്റ് സാരി, 2 ജീൻസ്. ശോഭേ, ശോഭനെ, നീ അങ്ങോട്ടിരുന്നാ മതി. കേറി വന്നിരിക്കുക മോളെ. ഇല്ല, ഈ സുബ്ബ എന്നോട് പറയാതെ പോയിട്ട് എന്നെ ഇത്രയും വേദനിപ്പിച്ചില്ലേ. ഞാൻ പ്രൊഡ്യൂസറെ കാണാൻ പോയതായിരുന്നു മോളെ. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പ്രൊഡ്യൂസർ കാണാൻ പോയതായിരിക്കും. എന്നെ നായിക സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇവര് വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് വേറെ നായികനെ കൊണ്ട് മുങ്ങിയത്. ഡിവോഴ്സ് ചെയ്യും, ഡിവോഴ്സ്. കരയല്ലേ കരയല്ലേ, ഓയ് കരയല്ലേ. നായിക സ്ഥാനത്തൊന്നും മാറ്റമൊക്കത്തില്ല. പ്രൊഡ്യൂസർ ഫണ്ട് ഇറക്കിയാലേ നമുക്ക് പടം ചെയ്യാക്കത്തുള്ളൂ. അങ്ങനെ പ്രൊഡ്യൂസറെ പോയി കണ്ടതാ. അപ്പൊ പ്രൊഡ്യൂസർ കാണാൻ പോകുമ്പോ എന്നോട് പറഞ്ഞിട്ട് പോയാൽ എന്താ? പറയാതെ പോയത് കള്ളത്തിനുള്ളോണ്ടല്ലേ അല്ലേ? അല്ല, പുള്ളി വെളുപ്പിനെ 3 മണിക്ക് വിളിച്ചത്. മോള് 3 മണിക്കൊന്നും എഴുന്നേക്കത്തില്ലല്ലോ. 3 മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ 9 മണിക്ക് ഞാൻ എണീക്കുമ്പോ എന്നെ വിളിച്ച് പറഞ്ഞൂടെ? ഫോണ് കയ്യിലില്ലേ? ഫോൺ കയ്യിലില്ലായിരുന്നു. ഫോണൊക്കെ അവര് ഹോട്ടലുകാർ മേടിച്ചു വെച്ചു. അല്ല അല്ല ആ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ നമ്മുടെ ചാർലി സിനിമയ്ക്കകത്ത് മറ്റേ ദുൽഖറിന്റെ കൂട്ടുള്ള ആളാ. പുള്ളി ഫോണ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. ഞങ്ങളെല്ലാം ഫോൺ മേടിച്ചു വെച്ചു. പിന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കണമല്ലോ. പച്ച നോണ പറയണുണ്ട്. ഏതോ ഒരു പെണ്ണിനെ കൂട്ടിട്ട് ഒരു ഹോട്ടലിൽ പോയി റൂം എടുത്തിട്ട് അത് തന്നെ. ആ നിഷ്കളങ്കമായ മുഖം ഒന്ന് കാണാം. ഈ മുഖം നോക്കുമ്പോ നിനക്കിങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോ. താൻ എന്നോട്ടെ ഈ മുഖം കാണാൻ തുടങ്ങിയത്? ഞാൻ കാണാൻ തുടങ്ങിയ പിന്നെ അല്ലയോ. നായികയാവാൻ വേണ്ടിട്ട് പെട്ടി കിടക്കി എടുത്ത് ഒളിച്ചോടിയപ്പോ ഇവന്റെ കൂടെ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മോളെ, ആ പെട്ടി ഞാൻ വേണം വീട്ടിൽ കൊണ്ടുതരാം. കണ്ടോ, ഇവരിപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി. ഇവർ ഏതോ ഒരു പെണ്ണിനെ കണ്ട് വാഗ്ദാനം കൊടുത്ത് വന്നിരിക്കുക. നമുക്ക് ഈ ബന്ധം ഒഴിവാക്കി ഇപ്പൊ പോട്ടെ. നമുക്ക് നല്ല സുന്ദരനും സുമുഖനുമായ നമ്മളൊരു നിന്നോട് ദൈവം ചോദിക്കൂടാ. എന്നെ നായികയാക്കാന്ന് പറഞ്ഞിട്ട് കൊറേ മോഹം തന്നിട്ട് എന്നെ കൂട്ടി വന്നിട്ട് നീ വേറെ പെണ്ണിട്ട് നായികയാക്കുമല്ലേ? ഇല്ല, നായികയാക്കത്തില്ല. മോള് തന്നെ നായിക. നായിക ഫിക്സായി. മോളാണ് നായിക. മോളാ നായിക. നീ എന്നെ മോളെന്ന് വിളിക്കല്ലേട്ടോ, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരുന്നുണ്ട്. നീ കള്ളനാടാ കള്ളൻ, എനിക്ക് എല്ലാം മനസ്സിലായി. നീ വിട്ടിരിക്കി. നീ വന്ന നാളെ മടി കയറിക്കും. ഉണ്ടരുത് ശോഭനെ, ഇവിടെ നോക്ക്. നമ്മളുടെ കാര്യങ്ങളെല്ലാം സെറ്റായി. പ്രൊഡ്യൂസറെ കണ്ടു. പ്രൊഡ്യൂസർ മോളുടെ ഫോട്ടോ ഞാൻ കാണിച്ച് കൺവിൻസ് ആക്കി. മോളുടെ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് പ്രൊഡ്യൂസർ അറിയാം ഇത് മതി നായികയെന്ന്. സൗത്ത് ഇന്ത്യയിൽ ഇതുപോലൊരു നായികയില്ലെന്ന്. മനസ്സിലായോ? മോളുടെ എക്സ്പ്രഷനുള്ള ഇതില്ലേ, അതാണ് ഞാൻ ആദ്യത്തെ ഷോട്ട് കാണിച്ചത്. അത് കണ്ടപ്പോഴത്തേക്ക് പുള്ളി ഫ്ലാറ്റ്. സത്യാണ് സത്യം. സത്യം പിന്നില്ലേ. കണ്ടോ, നിങ്ങൾ വെറും നുണയനാ. നിങ്ങൾ ഒറ്റ എടുത്തന്നെ ഇവനെ കുറിച്ച് എന്റെ മനസ്സിൽ ഇങ്ങനെ സംശയത്തിന്റെ മുൾമുനകൾ കോരിയിട്ടത്. എത്ര മുനകൾ ഇട്ട് മോളെ? കൊറേ മുനകൾ ഇട്ടടാ. Don't you feel ashamed? Shut up, you bloody പാചകക്കാരൻ. India is my country. All Indians are my brothers and sisters. Shobana is my wife. She is the country of the language of the power of the woman. You know? ഞങ്ങളെ തമ്മിൽ അങ്ങനെ തെറ്റിക്കാൻ നോക്കണ്ട കേട്ടോ. ഞാൻ എന്തൊരു കള്ളനാടോ. ഇനി മേല മോളെ
കുറെ നേരത്തെ കോൺവെർസേഷൻ ആയതുകൊണ്ടായിരിക്കും തൊണ്ട വരളുന്നു. Give me a cup of tea. I'm missing that. കുറച്ച് ഏലക്ക ഇട്ടോട്ടെ സുബു? കുറച്ച് ഇഞ്ചിയും കൂടി ആയാലോ? അപ്പൊ ഞാനൊരു മസാല ടീ എടുത്തിട്ട് വരാവേ. ഐ ലവ് യു സുബു. ഒരു വെള്ളമൊക്കെ വെറുതെ ആയി. Love you too, ട്ടോ.